ഈ സ്ഥിതിയിൽ ആരായാലും ഇതൊക്കെ തന്നെ പറയും. നീ വിഷമിക്കാതെ. അവരുടെ ദേഷ്യം അടങ്ങുമ്പോൾ അവർ നിന്നെ സ്വീകരിച്ചോളൂ. നീ അവിടെ എനിക്ക് ചേച്ചി എന്നെ പുറത്താക്കി വാതിലടച്ചതാണ്. എല്ലാവരും എന്നെ ചീത്ത പറയുന്നു. നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ ഇങ്ങനെ ആയിപ്പോയി. നീ പറയടി, അവക്ക് പറയാനുള്ളത് ഞാൻ പറയാം. അവക്ക് നല്ലൊരു സ്ഥലത്തുനിന്ന് ഒരു ആലോചന വന്നിട്ടുണ്ട്. അത് നടത്താതിരിക്കാനാണല്ലോ നീ ഇപ്പൊ കൊണ്ട് കയറി വന്നത്. നിന്റെ അനിയത്തിക്ക് വേണ്ടി നീ ചെയ്യേണ്ട ഒരു നല്ല കാര്യമാണ്. എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചാവും. അതാ വേണ്ടത്. മുണ്ടി പോരുന്നോടെ കൂടെ പറഞ്ഞു പാടിയോടെ. എല്ലാം ഞാൻ കേട്ടു. ശിവരാമേട്ട, അച്ഛൻ പറഞ്ഞത് ശരിയാണ്. ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ അത് ചെയ്തേനെ. എനിക്കിപ്പോഴും ജീവിക്കണമെന്നാണ് തോന്നുന്നത്. മരിക്കാൻ എളുപ്പമാണ്, ജീവിക്കാനാണ് പ്രയാസം. നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത്. എന്റെ വിധി ഭയങ്കരമാണ് ശിവരാമേട്ട, അല്ലേ? അല്ല, നിന്നെ ഞാൻ വിധിച്ചു വിട്ടുകൊടുക്കില്ല. ഈ ലോകം മുഴുവൻ എന്നെ നോക്കി ചിരിക്കില്ലേ ശിവരാമേട്ട? സാവിത്രി, നിന്നെ നോക്കി സഹതപിക്കാൻ എന്റെ മനസ്സുണ്ട്. നിനക്ക് അതുപോലെ. നിന്റെ വീട്ടിൽ നിന്നെ അടിച്ചിറക്കി. നീ എന്റെ പെങ്ങളാണ്. നിനക്കും കുഞ്ഞിനും എന്റെ കൂടെ എന്റെ വീട്ടിൽ താമസിക്കാം. ഈ കൈക്ക് കരുത്തുള്ളിടത്തോളം കാലം നിനക്കും കുഞ്ഞിനും പട്ടിണി കിടക്കേണ്ടി വരില്ലേ സാവിത്രി? ശിവരാമേട്ട, ഞാനിവിടെ താമസിക്കില്ല. ഈ ചുറ്റുപാടുള്ളവർക്കെല്ലാം എന്നെ അറിയാം. എന്റെ അനിയത്തിയുടെ കല്യാണമാണ്. ഞാൻ കാരണം അവളുടെ ജീവിതം നശിക്കരുത്. എനിക്ക് എങ്ങോട്ടെങ്കിലും പോണം. എന്നെ അറിയാത്ത ആളുകളുടെ ഇടയിൽ ഞാനും എന്റെ കുഞ്ഞും ജീവിക്കും. അങ്ങനെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടില്ല. അവിടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. വർക്കിച്ചേട്ടാ, ഞാൻ എന്റെ മക്കളെ പോലെ വളർത്തിയതാ. നല്ലോണം നോക്കണേ. ഓ, നമ്മുടെ കാളയും വണ്ടിയും വിറ്റു അല്ലേ? ആ, നമുക്ക് അവിടെ ചെന്നിട്ട് വേറെ മേടിക്കാം. വൈകുന്നേരത്തെ വണ്ടിക്ക് പോകണ്ടല്ലേ? നീ വേഗം പോയി വരുന്നു. അരി ഉപ്പുമുളകും എന്നാ നിന്റെ മരുന്ന്. നേരത്തിന് കഴിക്കണം കേട്ടോ. ഞങ്ങൾ കാളവണ്ടിക്കാർക്ക് ഒരു കോളൊത്തിട്ടുണ്ട്. കുറെ ദൂരെ, തിരിച്ചു വരാൻ 2-3 ദിവസം എടുക്കും. നിന്നെ ഈ സ്ഥിതിയിൽ വിട്ടിട്ട് പോയാൽ... അത് സാരമില്ല, ചേട്ടൻ പോയിട്ടോ. ജോലിക്കല്ലേ? ഞാൻ ചൊവ്വാഴ്ച വരും. ആ ഇത്തമ്മേ, ഇവിടെ കാര്യമൊക്കെ നോക്കണം കേട്ടാ.
എങ്ങും പോയി കളയരുത്. ഞാൻ എവിടെ പോവാനാ മോനെ? ഇത്തമ്മ ഈ കട്ടില് കീഴ തന്നെ കാണാം. ആ, അയാളോട് ഇങ്ങോട്ട് വരാൻ പറയും. എന്താ ശിവരാമ? ഞങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളിന്ന് പോവുക. ആ ബില്ലൊന്നും തീർത്ത് കിട്ടിയിരുന്നെങ്കിൽ. അത് മാനേജറോട് ചോദിച്ചാൽ മതി. ചോദിച്ചു. അപ്പൊ ഇവിടെ വരാൻ പറഞ്ഞു. ഇത് കൊടുത്ത് ക്യാഷ് വാങ്ങിച്ചോളൂ. പറ്റേ സാറേ. റൈറ്റ്. മോളെ, നമുക്ക് കളിക്കാം. അയ്യോ മോളെ, ഡാഡിക്ക് തീരെ സമയമില്ല. നമുക്ക് കളിക്കാം ഡാഡി. മോള് പറഞ്ഞത് കേട്ടില്ലേ? ഡാഡിക്ക് ഒരുപാട് ജോലിയുണ്ട്. മോള് പോയി കുളിച്ച് പാല് കുടിച്ച് പഠിക്കാൻ നോക്ക്. ഡാഡി തന്നെ എന്നെ കുളിപ്പിച്ചാ മതി. ഇവളെ വിളിച്ചോണ്ട് പോ. മീനാക്ഷിയമ്മേ, ഇവളെ ഇങ്ങനെ കൂടുതൽ നിർബന്ധം പഠിപ്പിക്കരുത്. ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുന്നതാണോ? ഒരമ്മയില്ലാത്തോണ്ടാ മോളിങ്ങനെ. വാ മോളെ. ആൺകുട്ടിയാ. മാമാന്ന് വിളിച്ച് പിന്നാലെ തൂങ്ങാൻ ഒരാളായി. എന്തുവാടാ? നീയായിരുന്നു? പിള്ളച്ചേട്ടാ, തീ. ആരാണ് നീ ഇന്ന് എന്റെ കൂടെ വീട് വരെ വരാമോ? നിനക്ക് അവിടെ കിടന്നുറങ്ങി നാളെ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് പോരാ. എന്റെ പൊന്ന് പിള്ളച്ചേട്ടാ, ഞാൻ ആ വഴിക്ക് വരില്ല. അതെന്താ? അവിടെയല്ലേ ഭൂതവും പ്രേതവും വിശ്വാസികളൊക്കെ ഉള്ളത്. ആര് പറഞ്ഞു? പോരാത്തന്ന് വെള്ളിയാഴ്ചയും പിള്ളച്ചേട്ടൻ ധൈര്യമായിട്ടൊക്കെ നടന്നു. ഞാൻ പോവാ. നീ പോവാ? നാരായണ 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 നാരായണ. ശങ്കരാഭരണമോ ശങ്കര. എല്ലാം മനസ്സിന്റെ തോന്നലേ. ചേട്ടാ, ആ ചേട്ടോ അവിടെ നിന്ന് നിന്നേ. ചേട്ടോ, ചേട്ടോ. ഓ എന്റെ പൊന്നു ചേട്ടാ, ഏതായാലും ചേട്ടനെ കണ്ട നന്നായി. ഞാൻ പേടിച്ചു വരികയായിരുന്നു. എന്താ എന്നെ ഒന്നും മിണ്ടാത്ത? ഒരു സംശയം ചോദിച്ചോട്ടെ. പിന്നെ ഇവിടെ ഈ പ്രേതങ്ങളും ഭൂതങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ശരിയാണോ? അതിനെപ്പറ്റി വല്ലതും അറിയാമോ? എനിക്കറിഞ്ഞുകൂടാ. ഞാൻ മരിച്ചിട്ട് വർഷങ്ങളായി.
മോൻ ഇറങ്ങിയോ? ഞാൻ നാട്ടിലേക്കൊന്ന് പോവുക. എന്റെ വീടും പറമ്പൊക്കെ അവിടെ കിടക്കല്ലേ. അതൊക്കെ അവിടെ കിടന്ന് വെറുതെ നശിച്ചു പോകും. ആര്യാർ ചോദിച്ചിരുന്നു. ഞാൻ പോയി അതൊക്കെ വിറ്റ് കാശ് മേടിച്ചോണ്ട് വരാം. ഏതായാലും ചേട്ടൻ അവിടെ വരെ പോവല്ലേ. പിണക്കവും വഴക്കൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട. വീട്ടിൽ കയറി സുമതിക്കും അമ്മയ്ക്കും എല്ലാവർക്കും സുഖമാണോ എന്ന് അന്വേഷിച്ചിട്ട് പോരെ. അല്ല, ഇതാരൊക്കെയായി വരണത്? വരണം വരണം വരണം. മാധവി, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത് നോക്ക്. മോളും മരുമോനും. നീ വേർക്കുന്നല്ലോടാ. മോളെ, നീ അകത്ത് ചെന്ന് നാരങ്ങ വെള്ളം കൂൾ ഡ്രിങ്ക്സ് ഇട്ട് കൊണ്ടുവാ. ഒരെണ്ണം അച്ഛനും. അച്ഛൻ ഉപ്പിട്ടാ മതി കേട്ടോ. അമ്മി, നീ വന്നു മോളെ. ഇതാ. എന്താ മോളെ ഇത്? അമ്മയ്ക്ക് അച്ഛനുള്ള ഉടുപ്പും കൊണ്ടുവയ്ക്ക. അമ്മി, ഇത്തിരി നാരങ്ങ വെള്ളം വേണം. അമ്മ ഉണ്ടാക്കി തരാം. മോളെ, നിന്റെ അമ്മായിയമ്മയ്ക്കൊക്കെ നിന്നെ ഇഷ്ടമാണല്ലോ. അതേ അമ്മി, എന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അവര് തഞ്ചത്തിനും തരത്തിനും ഒക്കെ നിന്നോളാം കേട്ടോ. ആരും വെറുപ്പിക്കരുത്. സുമതി, സുമതി. ആരാ സുമതി ഇത്? ഇതോ? ഇതിവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കാളവണ്ടിക്കാരൻ ചെറുക്കനാ. ഇവിടുത്തെ എച്ചിൽ നിന്നാ വളർന്നത്. നീ ഇവിടുന്ന് കെട്ടിപ്പറക്കി പോയതല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ ഇവിടെ വലിഞ്ഞു കയറിയത്? നീ അപ്പുറത്തോട്ട് ചെന്ന് വല്ല കഞ്ഞിയോ വെള്ളമോ വല്ലതും മേടിച്ച് കുടിച്ചിട്ട് പോ. മോനെ, നീ അകത്തേക്ക് പോ. ഈ കാളവണ്ടിക്കാരനെ ഒന്നും കാണണ്ട, ദുശകനാ. വാ. അമ്മേ,